ഭഗവത്ഗീതയിൽ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ജീവിതം ഒരു യുദ്ധത്തിനോടാണ് ഗീത ഉപമിക്കുന്നത്. പക്ഷേ ഈ യുദ്ധം ഒരിക്കലും മറ്റുള്ളവരോട് നടത്തേണ്ടതല്ല. നമ്മുടെ ഉള്ളിലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധം നമ്മൾ നയിക്കേണ്ടത്. നമ്മുടെ ഭയം, സംശയം, ആലസ്യം, നിരാശ എന്നീ വികാരങ്ങളെ നിയന്ത്രിക്കുന്നിടത്താണ് നമ്മൾ ഈ യുദ്ധം ജയിക്കുന്നത്. ഭഗവാന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഉദരേദാത്മനാത്മാനം നാത്മാനം അവസാദ്യമേത്. അതായത് നമ്മളെ ഉയർത്തേണ്ടത് നമ്മളാണ്. നമ്മൾ തന്നെ നമ്മളെ ഒരിക്കലും താഴ്ത്തരുത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ തടയുന്നു. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ അത്ര കഴിവുള്ളവനല്ല, ഇതുവരെ എനിക്കൊന്നും ശരിയായി നടന്നിട്ടില്ല. ഇവയെല്ലാം നമ്മുടെ മനസ്സുണ്ടാക്കുന്ന മതിലുകളാണ്. ഗീത നമ്മളോട് പറയുന്നത് വളരെ വ്യക്തമാണ്. മനസ്സ് ശരിയായ ദിശയിൽ നയിച്ചാൽ മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പുഴ ഒഴുകുന്നത് ഒരിക്കലും നിർത്തുന്നില്ല. മലകൾ വന്നാലും അത് വഴിത്തിരിവുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് ജീവിതവും. പ്രശ്നങ്ങൾ വന്നാൽ നിർത്തേണ്ടതില്ല, വഴിമാറാം, പക്ഷെ മുന്നോട്ട് തന്നെ പോകണം. അതൊരിക്കലും നിർത്തരുത്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വിജയം വന്നാലും അഹങ്കരിക്കരുത്, പരാജയം വന്നാലും തളരരുത്. കാരണം രണ്ടും വെറും താൽക്കാലികം മാത്രമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതുകൊണ്ട് നിന്റെ കഴിവ് കുറഞ്ഞുവെന്ന് നീ അർത്ഥമാക്കരുത്. ഓരോ വെല്ലുവിളിയും നിന്നെ ശക്തമാക്കാൻ വരുന്നു. ഓരോ പരാജയവും നിന്നെ പഠിപ്പിക്കാൻ വരുന്നു. ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ അവസരങ്ങളാണ്. അതിനാൽ ഇന്ന് തന്നെ പുതിയൊരു മനോഭാവം സ്വീകരിക്കൂ. നീ നിന്റെ ജീവിതത്തിൻ്റെ നായകനാണ്. നിന്റെ തീരുമാനങ്ങളാണ് നിന്റെ ഭാവി നിർമ്മിക്കുന്നത്. ധൈര്യത്തോടെ പ്രവർത്തിക്കുക. നിന്റെ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും ചെറിയൊരു ചൂണ്ടുപലകയാണ്. കാരണം ഗീത പറയുന്നു, സ്വയം ജയിക്കുന്നവനാണ് ജീവിതത്തെ ജയിക്കുന്നത്.